ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളി ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് സാഹചര്യത്തിലും അവർ എപ്പോഴും നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു വിവാഹവും നടത്തരുതെന്നാണ് പറയുന്നത്. സമ്മർദ്ദത്തിന് കീഴിൽ നടക്കുന്ന വിവാഹം ഒരു അഡ്ജസ്റ്റ്മെൻ്റായി മാറുന്നു. വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരിക്കലും വിവാഹം കഴിക്കുകയോ തിടുക്കത്തിൽ ഒരു തീരുമാനവും എടുക്കുകയോ ചെയ്യരുത്. അല്ലാത്ത പക്ഷം ഭാവിയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും. ചാണക്യൻ്റെ തത്വശാസ്ത്രമനുസരിച്ച് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിനും പുരോഗതിക്കും ഭാര്യ ഭർത്താക്കന്മാർ സൽഗുണമുള്ളവരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ചില പ്രത്യേക ഗുണങ്ങളുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യ നീതി പ്രകാരം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായിരിക്കേണ്ട പ്രത്യേക ഗുണങ്ങൾ ഇവയാണ്. ഭാര്യയ്ക്കുണ്ടായിരിക്കേണ്ട 4 ഗുണങ്ങൾ. ദൈവവിശ്വാസം. ദൈവത്തിലും പ്രകൃതിയിലും മതത്തിലുമുള്ള അവളുടെ വിശ്വാസം വീടിനെ സുരക്ഷിതമാക്കുന്നു. അത്തരം സ്ത്രീകൾക്ക് നല്ലതും ചീത്തയും വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. പ്രകൃതിയെ ആരാധിക്കുന്നതിലൂടെ സന്തുലനാവസ്ഥയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും. ദൈവത്തിൽ വിശ്വാസമുള്ള സ്ത്രീകൾ നല്ല ഭാര്യമാരായിരിക്കുമെന്ന് പറയുന്നു. നല്ല സംസാരം. മധുരമായി സംസാരിക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെ ഭാഗ്യമാണ്. അത്തരം സ്ത്രീകൾ എവിടെ ജീവിച്ചാലും എല്ലാവരുമായുള്ള അവരുടെ ബന്ധം നല്ലതായിരിക്കും. വീട്ടിൽ സന്തോഷമുണ്ടാകും. എല്ലാവരും അവരെ പ്രശംസിക്കും. അതിനാൽ ഒരു സ്ത്രീയുടെ സംസാരം വളരെ മധുരമായിരിക്കണം. പണം ലാഭിക്കാനുള്ള കഴിവ്. ഇത്തരം സ്ത്രീകൾ തൻ്റെ ഭർത്താവിനോ കുടുംബത്തിനോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നട്ടെല്ലായി മാറുന്നു. പെട്ടെന്നൊരു സാമ്പത്തിക പ്രശ്നം നേരിടുമ്പോൾ ആ സ്ത്രീ അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതാണ്. ക്ഷമ. ക്ഷമയുടെ ഗുണമുള്ള സ്ത്രീകൾ ഒരു സാഹചര്യത്തിലും ഭർത്താവിനെ ഉപേക്ഷിക്കില്ല. ക്ഷമാശീലം ഉള്ള ഒരു വ്യക്തിക്ക് ഏത് പ്രശ്നത്തിൽ നിന്നും എളുപ്പത്തിൽ കരകയറാൻ കഴിയും. ക്ഷമയുള്ള ഒരു സ്ത്രീ ഭർത്താവിന് ഭാഗ്യമായി കണക്കാക്കുന്നു. ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട 5 ഗുണങ്ങൾ. സംതൃപ്തി. ചെറിയ അളവിൽ ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെടുന്നത് പോലെ കുറച്ച് പണം കൊണ്ട് തൃപ്തിപ്പെട്ട ശേഷം കുടുംബത്തെ പരിപാലിക്കുന്ന പുരുഷനെ മഹാൻ എന്ന് വിളിക്കുന്നു. നല്ല ഭർത്താവിന് വേണ്ട ഗുണമാണ് സംതൃപ്തി. വിശ്വസ്തൻ. ഒരാൾ തൻ്റെ ഉടമയോട് വിശ്വസ്തത പുലർത്തുന്നത് പോലെ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോടും കുടുംബത്തോടും എപ്പോഴും വിശ്വസ്തനായിരിക്കണം. മറ്റൊരു സ്ത്രീയുമായി ബന്ധം വളർത്തിയെടുക്കുന്ന ഒരു പുരുഷൻ അവൻ്റെ സ്വന്തം കൈകൊണ്ട് തൻ്റെ ജീവിതം നശിപ്പിക്കുന്നതാണെന്ന് പറയുന്നു. ഉത്തരവാദിത്ത ബോധം. ഒരു നായ ഗാഢനിദ്രയിൽ പോലും ഉണർന്നിരിക്കുന്നത് പോലെ ഒരു ഭർത്താവ് തൻ്റെ കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കണമെന്ന് പറയുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി അവൻ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. സംരക്ഷകൻ. ഒരു പുരുഷന് തൻ്റെ ഭാര്യയെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ അവൻ്റെ ജീവൻ പോലും ബലിയർപ്പിക്കണം. അത്തരമൊരു ഭർത്താവ് മഹാനാണെന്ന് ചാണക്യൻ പറയുന്നു. ഭാര്യയെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ്. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയ്ക്ക് ശാരീരിക സുഖം നൽകാൻ കഴിവുള്ളവനായിരിക്കണം. ശാരീരിക സുഖത്തിൻ്റെ കാര്യത്തിൽ അയാൾ എപ്പോഴും ഭാര്യയെ തൃപ്തിപ്പെടുത്തണം. അത്തരം ബന്ധം ദീർഘകാലം നിലനിൽക്കുന്നതാണ്.